ജമാഅത്തെ ഇസ്ലാമിയും എസ്ഡിപിഐയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം ഇതിന്റെ ഫലമാണെന്നും കോൺഗ്രസ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാണ്, ന്യൂനപക്ഷ വർഗീയതയുടെ അങ്ങേ തലയാണ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ജമാഅത്തെ ഇസ്ലാമി, എസ്ഡിപിഐ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് വേറെ ഒന്നും കൊണ്ടല്ല, ഇവരെ സഖ്യകക്ഷിയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ്. ഇവർക്ക് 10,000, 5,000 വോട്ട് ഇവിടെ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്. മുസ്ലിം സാന്ദ്രതയുള്ള മേഖലയിലൊക്കെ 1,00,000 വോട്ടിനൊക്കെ നമ്മൾ തോറ്റതിൻ്റെ പിന്നിൽ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5,000, 10,000, 15,000 വോട്ട് ഇവരുടെ വോട്ടാണ്. അവസാനത്തെ പാർലമെന്റ്, ഇപ്പോഴത്തെ ഏറ്റവും അവസാനത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയാൽ അവിടെ 4,500ഓളം വോട്ട് ബി.ജെ.പിയുടെ വോട്ട് ഇവർ വാങ്ങിയിട്ടുണ്ട്. അതിന് പുറമെ 10,000-ലധികം വോട്ട് എസ്.ഡി.പി.ഐയുടേത് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു പത്രസമ്മേളനത്തിൽ. ഒരു 3,000-4,000 വോട്ട് ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അത്രയേ ഉള്ളൂ. അവിടെ ഇതിൽ 18,000 വോട്ടിന് ജയിച്ചത് അത്യപൂർവമാണ്, അത്ഭുതമാണ് എ കെ ആന്റണി. ഒരത്ഭുതവുമില്ല. 4,000, 4,500 ബി.ജെ.പി വോട്ട് വാങ്ങിയത്, 10,000 വോട്ട് എസ്.ഡി.പി.ഐയുടെ വോട്ട്, 4,000 വോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട്. പിന്നെ എവിടുന്ന ഭൂരിപക്ഷം? ഇതാണ് ഏറ്റവും അവസാനത്തെ പാലക്കാട് ചിത്രം. ചേലക്കര നിങ്ങൾ ജയിക്കുമെന്നാണ്. തൃശൂർ മേയർ എം.കെ.